ഇൻസ്റ്റാളിംഗ് വിൻഡോസ് എക്സ്പി പാർട്ട് 2 എന്നുള്ള ഈ സെക്ഷനിൽ ഒരു പുതിയ കമ്പ്യൂട്ടറിൽ ക്ലീൻ ഇൻസ്റ്റാൾ എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ ഒരു കമ്പ്യൂട്ടറിൽ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകണം. ഒരേ കമ്പ്യൂട്ടറിൽ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമ്മൾ ഡ്യുവൽ ബൂട്ട് അല്ലെങ്കിൽ മൾട്ടി ബൂട്ട് എന്ന് പറയും. ഈ മൾട്ടി ബൂട്ടിലുള്ള ഇമ്പോർട്ടന്റ് ആയ കോൺഫിഗറേഷൻസ് ഒക്കെ നമ്മൾ നോക്കാൻ പോകണം. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ക്ലീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഈ കമ്പ്യൂട്ടറിൽ ആദ്യമേ എക്സ്പി ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ആവുന്നുണ്ട്. ഇതിൽ സി ഡ്രൈവ്, ഡി ഡ്രൈവ് എന്ന രണ്ട് ഡ്രൈവ് ഉണ്ട്. ഈ കമ്പ്യൂട്ടറിൽ എക്സ്പി സർവീസ് പാക്ക് 2 CD-നെ ഇൻസെർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ F8 കീനെ പ്രസ് ചെയ്ത് ബൂട്ട് മെനുവിലേക്ക് ചെന്നിട്ടുണ്ട്. ഈ ബൂട്ട് മെനുവിൽ നമ്മൾ CD-നെ സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റലേഷൻ ആരംഭിക്കണം. അതിന് CD-നെ സെലക്ട് ചെയ്യണം, എന്റർ പ്രസ് ചെയ്യണം. എന്റർ പ്രസ് ചെയ്തതും നിങ്ങൾക്ക് പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം CD എന്നുള്ള ഓപ്ഷൻ വരും. ഇവിടെ 5 ഡോട്ട്സ് വരും. ഈ 5 ഡോട്ട്സ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു കീനെ പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ ബൂട്ട് ആവാൻ തുടങ്ങും. നമ്മൾ 5 ഡോട്ട് വരുന്നതിന് മുമ്പ് എന്ററിനെ പ്രസ് ചെയ്യണം. എന്ററിനെ പ്രസ് ചെയ്തതും CD-ന്ന് കമ്പ്യൂട്ടർ ബൂട്ടായി കഴിഞ്ഞു. ഫസ്റ്റ് സ്ക്രീനിൽ F6-നെ പ്രസ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് F6 എപ്പോഴാണ് പ്രസ് ചെയ്യേണ്ടത് എന്ന് നോക്കിയാൽ നിങ്ങൾ നോർമലായിട്ട് ലോഡിംഗ് ചെയ്യാൻ പോകണം. അങ്ങനെ നോർമലായിട്ട് ലോഡിംഗ് ചെയ്യാൻ പോകുമ്പോൾ ഹാർഡ് ഡിസ്ക് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന എറർ ചിലപ്പോൾ വരും. അങ്ങനെ നോട്ട് ഡിറ്റക്റ്റഡ് എന്ന എറർ വരാണെങ്കിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിന് ആവശ്യമുള്ള ഡ്രൈവർ ഫയൽസ് എക്സ്പി CD-യിൽ ഇല്ല എന്നർത്ഥം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കസി ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ റെയ്ഡ് കോൺഫിഗറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഡ്രൈവർ എക്സ്പി CD-യിൽ ഉണ്ടാവില്ല. ഹാർഡ് ഡിസ്ക് നോട്ട് ഡിറ്റക്റ്റഡ് എന്ന എറർ വരാണെങ്കിൽ കമ്പ്യൂട്ടറിനെ ഒരിക്കൽ കൂടി സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പൊസിഷൻ വരുമ്പോൾ നിങ്ങൾ F6-നെ പ്രസ് ചെയ്യണം. F6-നെ പ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിന് കസിക്ക് റെയ്ഡിന് ആവശ്യമുള്ള ഡ്രൈവർ ഫയൽസ് നിങ്ങൾ ഇൻസെർട്ട് ചെയ്യണം. അതായത് എക്സ്പി CD-നെ റിമൂവ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിന്റെ ഡ്രൈവർ CD-നെ ഇൻസെർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈവർ ലോഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഫ്ലാപ്പി ഡ്രൈവ് നിങ്ങൾ ഇൻസെർട്ട് ചെയ്തിട്ട് ഫ്ലാപ്പി ഡ്രൈവിൽ ഹാർഡ് ഡിസ്കിനുള്ള ഡ്രൈവർ ഫയൽസ് ലോഡ് ചെയ്താൽ മാത്രമേ ഹാർഡ് ഡിസ്ക് കാണിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ കസി റെയ്ഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നോർമലായിട്ട് F6 പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്ക്രീനിൽ F2 പ്രസ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ F2 പ്രസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് സിസ്റ്റം റിക്കവറിക്ക് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ OS നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം OS പ്രോബ്ലം ആയി കഴിഞ്ഞു, OS ബൂട്ട് ആവുന്നില്ല. അങ്ങനത്തെ ചുറ്റുപാടുകളിൽ CD ഇട്ടിട്ട് ഈ പൊസിഷൻ വരുമ്പോൾ നിങ്ങൾ F2-നെ പ്രസ് ചെയ്താൽ സിസ്റ്റമിനെ ഓട്ടോമാറ്റിക്കായിട്ട് റിക്കവർ ചെയ്യും. ഈ ഓട്ടോമാറ്റിക് റിക്കവറിയൊക്കെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നമ്മൾ എക്സ്പി ട്രബിൾ ഷൂട്ടിംഗ് സെക്ഷനിൽ നോക്കാം. ഇപ്പൊ ആവശ്യമുള്ള ഫയലൊക്കെ മെമ്മറിയിൽ കോപ്പി ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാർഡ് ഡിസ്ക് പാർട്ടീഷനൊക്കെ കഴിഞ്ഞ് പിന്നെ മാത്രമേ ഫയൽസ് ഒക്കെ ഹാർഡ് ഡിസ്കിൽ കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മെമ്മറിയിൽ കോപ്പി ചെയ്തിട്ട് വിൻഡോസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ടു സെറ്റപ്പ് വിൻഡോസ് എക്സ്പി പ്രസ് എന്റർ എന്നുണ്ട്. അതായത് വിൻഡോസ് എക്സ്പിനെ ലോഡ് ചെയ്യണമെങ്കിൽ എന്ററിനെ പ്രസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതല്ലാതെ ടു റിപ്പയർ എ വിൻഡോസ് എക്സ്പി ഇൻസ്റ്റലേഷൻ പ്രസ് R എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫെയിലിയർ ആയാൽ നിങ്ങൾ CD ഇട്ടിട്ട് ബൂട്ട് ചെയ്യും. ബൂട്ട് ചെയ്തിട്ട് ഈ R-നെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് വന്നളയും. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ റിക്കവറി കൺസോളിലുള്ള കമാൻഡ്സ് ഒക്കെ വർക്ക് ചെയ്യും. റിക്കവറി കമാൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിൽ എന്ത് എറർ ആണോ ആ എററിനെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് കമ്പ്യൂട്ടറിൽ NTLDR പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാവും, NT ലോഡർ എന്ന്. ഈ ഫയൽ കറപ്റ്റ് ആയാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുമ്പോൾ NT ലോഡർ മിസ്സിംഗ് എന്ന എറർ വരും. അങ്ങനെ എറർ വരാണെങ്കിൽ എക്സ്പി CD-നായിട്ട് ബൂട്ട് ചെയ്യുക. ഈ പൊസിഷൻ വരുമ്പോൾ R-നെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് വന്നളയും. ആ കമാൻഡ് പ്രോംപ്റ്റിൽ ചെന്നിട്ട് CD-ന്ന് ആ NT ലോഡർ ഫയലിനെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ എറർ കറക്റ്റ് ആവും. കാരണം NT ലോഡർ മിസ്സിംഗ് എന്നുള്ളതാണ് നമ്മുടെ എറർ. ആ എററിനെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ നോർമലായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ ഈ റിക്കവറി കൺസോളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്കവറി കൺസോളിൽ കുറെ കമാൻഡ്സ് ഒക്കെ ഉണ്ട്. ആ കമാൻഡ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോ എന്ററിനെ പ്രസ് ചെയ്യണം. നോർമൽ ലോഡിങ്ങിന് എന്ററിനെ പ്രസ് ചെയ്തതും ലൈസൻസ് അഗ്രിമെന്റ് വരുന്നത്. ലൈസൻസ് അഗ്രിമെന്റിനെ F8-നെ പ്രസ് ചെയ്താൽ ഐ അഗ്രി എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ F8-നെ പ്രസ് ചെയ്ത് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് ചെല്ലണം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വല്ലതും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് പേജിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിസ്പ്ലേ ചെയ്യും. C ഡ്രൈവില് വിൻഡോസില് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റിപ്പയർ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ റിപ്പയറിനെ സെലക്ട് ചെയ്താൽ ഒരു 1 hour
സമയമെടുത്തോളും. ഈ 1 അവറിൽ നിങ്ങളുടെ സിഡിയിലുള്ള സോഴ്സ് ഫയൽസിനും ഹാർഡ് ഡിസ്കിലുള്ള ഫയൽസിനും കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഫയൽസ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു തരും. ജനറൽ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ CD ഇട്ട് റിപ്പയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലാണ് പോവുക. ഇതിന്റെ മുമ്പേ നമുക്ക് ഒരു റിപ്പയർ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ പൊസിഷനിൽ പോയാൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് വരും. കമാൻഡ് പ്രോംപ്റ്റിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മാത്രമേ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഈ റിപ്പയർ നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനെ ഒരു 1 അവറിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഫോൾട്ട് ഉണ്ടോ അതിനെ ശരിയാക്കി തരും. അപ്പൊ ജനറൽ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിപ്പയർ ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷനിലേക്കാണ് ചെല്ലുക. നമ്മളിപ്പോ ഇൻസ്റ്റാൾ ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എസ്കേപ്പിനെ പ്രസ് ചെയ്തിട്ട് ന്യൂ ഇൻസ്റ്റലേഷനെ ചെല്ലണം. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിന്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ C ഡ്രൈവിൽ ആദ്യമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. D ഡ്രൈവിൽ നമ്മൾ ഡേറ്റാവിന് വേണ്ടി ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രാക്ടിക്കൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ 2 പാർട്ടീഷനും ആദ്യം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പാർട്ടീഷനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ D കീനെ പ്രസ് ചെയ്യണം. D കീനെ പ്രസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D കീനെ പ്രസ് ചെയ്തതും ടു ഡിലീറ്റ് ദിസ് പാർട്ടീഷൻ പ്രസ് എൻ്റർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ എൻ്റർ കീനെ പ്രസ് ചെയ്യണം. എൻ്റർ കീ പ്രസ് ചെയ്തതും ഒരിക്കൽ കൂടി L പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ C ഡ്രൈവ് ആണ് ഡിലീറ്റ് ചെയ്യുന്നത്. C ഡ്രൈവിൽ ആദ്യമേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരു 2-3 പ്രാവശ്യം കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം D കീനെ പ്രസ് ചെയ്തു, പിന്നീട് എൻ്ററിനെ പ്രസ് ചെയ്യാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി L പ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഡ്രൈവ് തന്നെയാണോ ഡിലീറ്റ് ചെയ്യാൻ പോകണം എന്നുള്ളതിന് കൺഫർമേഷന് വേണ്ടിയാണ് ഇങ്ങനെ 2-3 പ്രാവശ്യം ചോദിക്കുന്നത്. നമ്മളിപ്പോ L കീനെ പ്രസ് ചെയ്യണം. നമ്മൾ L കീനെ പ്രസ് ചെയ്തതും C ഡ്രൈവ് നമുക്ക് ഡിലീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ അത് അൺപാർട്ടീഷൻഡ് സ്പേസ് വന്നു കഴിഞ്ഞു. നമ്മൾ അടുത്തത് D ഡ്രൈവിനെ ഡിലീറ്റ് ചെയ്യണം. അതിന് D ഡ്രൈവിനെ സെലക്ട് ചെയ്തിട്ട് ഒരിക്കൽ കൂടി നമ്മൾ D പ്രസ് ചെയ്യാൻ പോകണം. നമ്മൾ ഡിനെ ഇപ്പൊ സെലക്ട് ചെയ്തു, ഒരിക്കൽ കൂടി D കീനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തതും ടു ഡിലീറ്റ് പ്രസ് L എന്ന് പറയുന്നുണ്ട്. ആദ്യമേ എൻ്റർ ഒരിക്കൽ പ്രസ് ചെയ്യണം, L ഒരിക്കൽ പ്രസ് ചെയ്യണം പറഞ്ഞു. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള C ഡ്രൈവ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. D ഡ്രൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് D കീനെ ഒരിക്കൽ പ്രസ് ചെയ്യണം, L കീനെ ഒരിക്കൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡ്രൈവ് ഡിലീറ്റ് ആവും. ഇപ്പൊ D ഡ്രൈവ് ഡിലീറ്റ് ആവാൻ L കീനെ പ്രസ് ചെയ്തു. നമ്മൾ ഹാർഡ് ഡിസ്കിലുള്ള 2 പാർട്ടീഷനും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് അൺപാർട്ടീഷൻഡ് സ്പേസ് ടോട്ടൽ ഹാർഡ് ഡിസ്കിന്റെ സ്പേസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് ഒരു കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുകയാണെങ്കിൽ അഗ്രിമെന്റ് സൈൻ ചെയ്ത പിന്നെ നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഈ പേജിലേക്ക് വരും. അൺപാർട്ടീഷൻഡ് സ്പേസ് എന്നാണ് കാണിക്കുക. കാരണം പുതിയ ഹാർഡ് ഡിസ്കിൽ പാർട്ടീഷൻ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിൽ ഒരു C ഡ്രൈവ് ഒരു D ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പ്രസ് C-ന് എൻ്റർ ചെയ്യണം. ടു ക്രിയേറ്റ് എ പാർട്ടീഷൻ ഇൻ ദ അൺപാർട്ടീഷൻഡ് സ്പേസ് പ്രസ് C. നമ്മൾ C-നെ എൻ്റർ ചെയ്യണം. C-നെ പ്രസ് ചെയ്തതും നമ്മളുടെ ടോട്ടൽ പാർട്ടീഷന്റെ സ്പേസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ C ഡ്രൈവിന് എത്ര സ്പേസ് തരാൻ പോണോ എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. നമ്മളിപ്പോ C ഡ്രൈവിന് ഒരു 3 GB ആണ് സ്പേസ് തരാൻ പോണത്. 1024 MB ആണ് 1 GB. നമ്മൾ 3 GBക്ക് ഒരു 3000 നമ്പറിനെ ഇവിടെ എൻ്റർ ചെയ്തിട്ട് എൻ്ററിനെ പ്രസ് ചെയ്യാൻ പോകണം. ഇവിടെ MBയിലാണ് എൻ്റർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ 3000 എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ C പാർട്ടീഷൻ ഒരു 3 GB ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനിയും നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അൺപാർട്ടീഷൻഡ് സ്പേസ്, അതായത് ഉപയോഗിക്കാത്ത സ്ഥലം ഇനിയുണ്ട്. അതുകൊണ്ട് ഈ സ്പേസിനെ സെലക്ട് ചെയ്തിട്ട് ഇതിലും നമ്മൾ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതിന് ഡൗൺ എറോവിനെ സെലക്ട് ചെയ്തിട്ട് അൺപാർട്ടീഷൻഡ് സ്പേസിൽ പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഈ സ്ക്രീനിലൊന്നും മൗസ് വർക്ക് ചെയ്യില്ല. നിങ്ങൾ കീബോർഡിൽ തന്നെയാണ് വർക്ക് ചെയ്യേണ്ടത്. അൺപാർട്ടീഷൻഡ് സ്പേസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ C-നെ പ്രസ് ചെയ്യണം. C-നെ പ്രസ് ചെയ്താൽ ഹാർഡ് ഡിസ്കിൽ ഉള്ള ബാലൻസ് സ്ഥലം കാണിക്കുന്നുണ്ട്. നമ്മൾ ഇത് മുഴുവനും D ഡ്രൈവ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് അങ്ങനെ എൻ്ററിനെ പ്രസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് C ഡ്രൈവിൽ ഒരു 3 GB ഒരു 2 GBയോളം D ഡ്രൈവിൽ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഡ്രൈവിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യണം. നമ്മളിപ്പോ C ഡ്രൈവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റർ പ്രസ് ചെയ്തതും ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിനെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. ഇപ്പൊ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ ആ ഹാർഡ് ഡിസ്കിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള പോലെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ ചെയ്യുന്നത്. നമ്മളിപ്പോ C ഡ്രൈവ് ഒരു പാർട്ടീഷൻ ഒരു 3 GB ചെയ്തിട്ടുണ്ട്. D ഡ്രൈവ് ഒരു പാർട്ടീഷൻ 2 GB ചെയ്തിട്ടുണ്ട്. പാർട്ടീഷൻ ചെയ്ത പിന്നെ ഈ ഹാർഡ് ഡിസ്കിന് ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്കിൽ ഡാറ്റാവിനെ സ്റ്റോർ ചെയ്യുന്ന പോലെ ഹാർഡ് ഡിസ്കിനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റിൽ 2 വക ഫോർമാറ്റ് ഉണ്ട്.
ഒരു NTFS ഫോർമാറ്റ്, ഒരു ഫാറ്റ് ഫോർമാറ്റ്. ഫാറ്റ് ഫോർമാറ്റ് പറയുന്നത് ഫയൽ അലൊക്കേഷൻ ടേബിൾ ഫോർമാറ്റ് എന്ന് പറയും. NTFS ഫോർമാറ്റ് പറയുന്നത് ന്യൂ ടെക്നോളജി ഫയൽ സിസ്റ്റം ഫോർമാറ്റ് എന്ന് പറയും. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ക്വിക്ക് ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, നോർമൽ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നോർമൽ ഫോർമാറ്റിനും ക്വിക്ക് ഫോർമാറ്റിനും എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ, നിങ്ങൾ നോർമൽ ഫോർമാറ്റ് ചെയ്താൽ ഹാർഡ് ഡിസ്കിൽ എവിടെയെങ്കിലും ഫിസിക്കലായിട്ട് ബാഡ് സെക്ടർ വല്ലതും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ബാഡ് സെക്ടർ വല്ലതും ഉണ്ടെങ്കിൽ ആ ബാഡ് സെക്ടറിനെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്ത സ്ഥലത്ത് ഫയൽസിനെ സ്റ്റോർ ചെയ്യില്ല. ഒരു എക്സാമ്പിളിന് ഹാർഡ് ഡിസ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ബാഡ് ആണെന്ന് വെച്ചോളെ, അവിടെ നമ്മൾ ഒരു ഫയലിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഫയലിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് തന്നെ ഈ കേടുവന്ന ഏരിയന് ബാഡ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആ ബാഡ് സെക്ടറുള്ള സ്ഥലത്ത് ഫയലിനെ സ്റ്റോർ ചെയ്യില്ല. നിങ്ങളുടെ ഫയലൊന്നും കറപ്റ്റ് ആവാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ ക്വിക്ക് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് സെക്ടറിനെ ചെക്ക് ചെയ്യില്ല. അപ്പൊ ഹാർഡ് ഡിസ്കിൽ ബാഡ് ഏരിയ ഉണ്ടെങ്കിലും ആ ബാഡ് ഏരിയയിലെ ഫയലിനെ സ്റ്റോർ ചെയ്യും. ഫ്യൂച്ചറിൽ ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ പറ്റാതാവും. ജനറൽ ആയിട്ട് നമ്മൾ നോർമൽ ഫോർമാറ്റ് തന്നെ ചെയ്യണം. ഈ ബാഡ് സെക്ടർ ചെക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് സഹായിക്കും. അടുത്തത് ഫാറ്റ്. ഈ ഫയൽ അലൊക്കേഷൻ ടേബിളിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഇല്ല. സെക്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫയലിനെ മറ്റുള്ളവർ നോക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റില്ല. ആർക്ക് വേണമെങ്കിൽ ആരുടെ ഫയൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും. പക്ഷെ NTFSൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി അധികമുണ്ട്. ജനറൽ ആയിട്ട് XP ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും NTFS തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. NTFS സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചില ഓപ്ഷൻസ് കിട്ടും. എൻക്രിപ്റ്റഡ് ഫയൽ സിസ്റ്റം. ഈ എൻക്രിപ്റ്റഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫയലിന് എൻക്രിപ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഈ ഫയലിന് മറ്റുള്ള ആരും ഓപ്പൺ ചെയ്താലും അത് ഓപ്പൺ ആവില്ല. ഈ ഫയലിന് ആരെങ്കിലും കട്ടിട്ട് പോയാലും അതിന് ഓപ്പൺ ചെയ്ത് അകത്ത് എന്താണ് കണ്ടിട്ടുള്ളത് എന്ന് വായിക്കാൻ പറ്റില്ല. അപ്പൊ എൻക്രിപ്റ്റഡ് ഫയൽ സിസ്റ്റം NTFSൽ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതല്ലാതെ ഫയൽ കംപ്രഷൻ. ഫയൽ കംപ്രഷൻ എന്ന് പറയുന്നത് ഒരു 100 MB ഫയൽ ഉണ്ടെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തിട്ട് ഒരു 60 MB, ഒരു 70 MB എന്ന് സൈസിന് കുറയ്ക്കാൻ പറ്റും. അത് എത്രയാണോ കുറയണം എന്നുള്ളത് ആ ഫയൽ ഫോർമാറ്റിനെ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഫയൽ കംപ്രഷൻ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഫയൽസ് എല്ലാം കംപ്രസ് ചെയ്ത് സൈസ് കമ്മിയാക്കിയിട്ട് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഹാർഡ് ഡിസ്കിൽ കൂടുതൽ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്തത് ഡിസ്ക് കോട്ട. ഡിസ്ക് കോട്ട എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ X എന്നൊരു യൂസർ ഉണ്ട്, Y എന്നൊരു യൂസർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ X എന്ന യൂസർക്ക് ഹാർഡ് ഡിസ്കിൽ 2 GB മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, Y എന്ന യൂസർക്ക് 3 GB മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു യൂസർക്ക് നമ്മൾ എത്ര കോട്ട അവർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ കൂടുതൽ ഫയലിനെ സേവ് ചെയ്യാൻ പറ്റില്ല. ഒരേ കമ്പ്യൂട്ടറിൽ 2-3 പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കോട്ട സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു യൂസർ ആവശ്യമില്ലാതെ സിനിമ, സോങ്സ് ഇങ്ങനത്തെ ഫയൽസ് ഒക്കെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് ഫില്ല് ചെയ്യും. അപ്പൊ മറ്റുള്ള യൂസർക്ക് ഹാർഡ് ഡിസ്കിൽ സ്ഥലമില്ലാതാവും. ഇങ്ങനെ കോട്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര കോട്ട നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ അത്ര മാത്രമേ ഫയലിനെ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഈ 3 ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NTFSൽ തന്നെ ഫോർമാറ്റ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഫോർമാറ്റ് ദ പാർട്ടീഷൻ യൂസിംഗ് NTFS ഫയൽ സിസ്റ്റം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എന്റർ പ്രസ് ചെയ്യാൻ പോകണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും C ഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. C ഡ്രൈവ് ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞതും C ഡ്രൈവില് ഫയൽസിനൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങും. CD ഡ്രൈവിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫയൽസ് ഒക്കെ എടുത്തിട്ട് ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ടെക്സ്റ്റ് മോഡിലാണുള്ളത്. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യം ടെക്സ്റ്റ് മോഡിലേക്ക് ചെല്ലും, രണ്ടാമത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിലേക്ക് ചെല്ലും, മൂന്നാമത് വെൽക്കം സ്ക്രീനിലേക്ക് ചെല്ലും. നമ്മളിപ്പോ ടെക്സ്റ്റ് മോഡിലാണുള്ളത്. ടെക്സ്റ്റ് മോഡിൽ നിങ്ങൾക്ക് മൗസിനെ യൂസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കീബോർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ടെക്സ്റ്റ് മോഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞതും കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിട്ട് ഗ്രാഫിക്കൽ യൂസർ മോഡിലേക്ക് ചെല്ലും. ഇപ്പൊ ഇൻസ്റ്റലേഷൻ ഫയൽസ് എല്ലാം കോപ്പി ആയി കഴിഞ്ഞു. ഇപ്പൊ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവും. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയതും ഗ്രാഫിക്കൽ യൂസർ മോഡിലേക്ക് ചെല്ലും. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയതും ഗ്രാഫിക്കൽ മോഡിലേക്ക് എൻ്റർ ആവണം. ഇപ്പൊ ഗ്രാഫിക്കൽ മോഡിൽ ഇൻസ്റ്റലേഷൻ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് ഗ്രാഫിക്കൽ മോഡ് റൺ ആവുമ്പോൾ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് എപ്പോഴെങ്കിലും ചെല്ലണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ Shift+F10 പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് കളയും. കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല ഫയൽസ് ഡിലീറ്റ് ചെയ്യണം, കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ കമാൻഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ CD\entry ആണ്. C ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞു. C ഡ്രൈവിൽ DR ഇട്ട് കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ്, വിൻഡോസ് ഫോൾഡർ ഒക്കെ ലോഡായി കഴിഞ്ഞു. ഇനി പ്രോഗ്രാം ഫയൽസ് ലോഡായിട്ടില്ല. നമ്മൾ CD വിൻഡോസ് ഇട്ടിട്ട് വിൻഡോസ് ഡയറക്ടറിയിലേക്ക് ചെല്ലാണ്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നിയാൽ കമാൻഡ് പ്രോംപ്റ്റിൽ നിന്ന് പുറത്തു വരാൻ എക്സിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് സ്ക്രീനിൽ നമുക്ക് നമ്പർ, ഡേറ്റ്, കറൻസി, ടൈം ഫോർമാറ്റ് ഒക്കെ എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളിന് അമേരിക്കയൊക്കെ ആണെങ്കിൽ
ഫെബ്രുവരി 22 എന്നാണ് പറയാ. അതായത് മന്ത് ആദ്യം പറയും, ഡേറ്റ് ബാക്കിൽ പറയും. ഇന്ത്യയിൽ ഡേറ്റ് ആദ്യം, മന്ത് ബാക്കിൽ പറയും. അങ്ങനത്തെ സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അത് സെറ്റിംഗ് ചെയ്യാൻ നമ്മൾ കസ്റ്റമൈസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യണം. നമ്മൾ കസ്റ്റമൈസിനെ സെലക്ട് ചെയ്തിട്ട് ഏത് കൺട്രി വേണോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതല്ലാതെ ലാംഗ്വേജ് ടാബില് ടെക്സ്റ്റ് സർവീസസ് ഇൻപുട്ട് ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഡീറ്റെയിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ് ക്ലിക്ക് ചെയ്ത് വേറെ എന്ത് ലാംഗ്വേജ് വേണമെങ്കിലും CD ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മളിത് ക്യാൻസൽ സെലക്ട് ചെയ്യണം. അടുത്തത് ടെക്സ്റ്റ് ഇൻപുട്ട് ലാംഗ്വേജ് കീബോർഡ് നമ്മൾ യൂസറിന് ഡിഫാൾട്ട് ആയിട്ട് ഉണ്ടാവുക. അതിലും ആഡ് സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ എന്ത് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ജനറൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാൾ ചെയ്ത പിന്നെ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പേജില് യൂസർ നെയിം, കമ്പനി നെയിം ചോദിക്കുന്നുണ്ട്. നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് കമ്പനി നെയിം ബിറ്റ്നെറ്റ്സ് എന്ന് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അടുത്ത പേജില് നമ്മുടെ CDന്റെ നമ്പർ ടൈപ്പ് ചെയ്യണം. നിങ്ങൾ XP പാക്ക് വാങ്ങിക്കുമ്പോൾ ആ പാക്കിന്റെ ബാക്കിൽ CD നമ്പർ ഉണ്ടാവും. ആ CD നമ്പറിനെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നമ്മൾ CD നമ്പറിനെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അടുത്തത് നമ്മൾ കമ്പ്യൂട്ടറുടെ നെയിം സെറ്റ് ചെയ്യണം. കമ്പ്യൂട്ടർ നെയിം ബിറ്റ്നെറ്റ്സ് XP എന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. താഴെ ഡിഫോൾട്ട് അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് എൻ്റർ ചെയ്യണം. നിങ്ങൾ ഈ ഡിഫോൾട്ട് അഡ്മിനിസ്ട്രേറ്ററിൽ നോർമൽ ആയിട്ട് ലോഗിൻ ആവാൻ പറ്റില്ല. സാധാരണ XPയിൽ വർക്ക് ചെയ്യുമ്പോൾ വെൽക്കം സ്ക്രീൻ എന്ന് വരും. ആ വെൽക്കം സ്ക്രീനിൽ യൂസറുടെ ചിത്രം ഉണ്ടാവും. യൂസറുടെ ചിത്രത്തിനെ ക്ലിക്ക് ചെയ്തിട്ടാണ് സാധാരണ XPയിൽ ലോഗിൻ ആവുന്നത്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ ലോഗിൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെൽക്കം സ്ക്രീനിൽ കൺട്രോൾ ആൾട്ട് ഡിലീറ്റിന് 2 പ്രാവശ്യം നിങ്ങൾ എൻ്റർ ചെയ്താൽ മാത്രമേ ലോഗിൻ ബോക്സ് വരുള്ളൂ. ആ ലോഗിൻ ബോക്സിൽ മുകളിൽ അഡ്മിനിസ്ട്രേറ്റർ, താഴെ അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ആവണം. കമ്പ്യൂട്ടറിൽ ഡ്രൈവർ ലോഡ് ചെയ്യുക, അങ്ങനത്തെ അഡ്വാൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആയാൽ മതി. ഇത് തന്നെ XP ഹോമില് അഡ്മിനിസ്ട്രേറ്ററിന് നോർമലായിട്ട് ലോഗിൻ ആവാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റർ നോർമൽ XPയിൽ ലോഗിൻ അലൗഡ് അല്ല. അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആവണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ F8 പ്രസ് ചെയ്തിട്ട് സേഫ് മോഡ് എന്ന് ഒരു മോഡ് വരും. ആ സേഫ് മോഡിൽ ചെന്നിട്ട് വേണം അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആവാൻ. നമ്മളിപ്പോ കമ്പ്യൂട്ടറുടെ നെയിം ബിറ്റ്നെറ്റ്സ് XP എന്ന് ടൈപ്പ് ചെയ്യണം. താഴെ അഡ്മിനിസ്ട്രേറ്ററുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. അടുത്ത സ്ക്രീനിൽ നിങ്ങളുടെ ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ ചെയ്യും. ഈ ഡേറ്റ് ആൻഡ് ടൈം നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ബയാസ് ചിപ്പ് എന്നാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തെറ്റ് വല്ലതുണ്ടെങ്കിൽ ഇവിടെ ആൾട്ടർ ചെയ്യാൻ പറ്റും. താഴെ ടൈം സോൺ സെറ്റ് ചെയ്യണം. ഇന്ത്യയുടെ ടൈം സോണ് GMT +5:30 ആണ് ഡിഫാൾട്ട് ടൈം. ഇത് ചെന്നൈ, കൽക്കട്ട, മുംബൈ, ന്യൂഡൽഹി എന്നുണ്ട്. GMT എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈം. നമ്മൾ ഇന്റർനെറ്റിലൊക്കെ ചെല്ലുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മളുടെ റീജിയൻ സെറ്റ് ചെയ്യണം. നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് കാർഡ് ഉണ്ടെങ്കിൽ നെറ്റ്വർക്കിന്റെ ഡ്രൈവർ ഒക്കെ ലോഡാവും. നെറ്റ്വർക്കിന്റെ ഡ്രൈവർ ഒക്കെ ലോഡായ പിന്നെ നിങ്ങൾ നോർമൽ സെറ്റിംഗ് ചെയ്യാൻ പോകുന്നുണ്ടോ, കസ്റ്റം സെറ്റിംഗ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ നോർമൽ സെറ്റിംഗ് സെലക്ട് ചെയ്താൽ നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ക്ലയന്റ് ഫോർ മൈക്രോസോഫ്റ്റ് ലോഡാവും. അതേപോലെ ഫയൽ ആൻഡ് പ്രിന്റർ ഷെയറിംഗ് ലോഡാവും. ക്വാളിറ്റി ഓഫ് സർവീസ്, ഈ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറയുന്നത് റിയൽ ടൈം ഓഡിയോ വീഡിയോ നെറ്റ്വർക്കിംഗിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് സർവീസ് ആവശ്യം ഉണ്ടാവും. അത് ലോഡാവുന്നുണ്ട്. അടുത്തത് TCP/IP ഡിഫോൾട്ട് സെറ്റിംഗ്സ് എല്ലാം ലോഡാവും. അതേപോലെ കമ്പ്യൂട്ടറിന് ഓട്ടോമാറ്റിക് ആയിട്ട് IP സെറ്റ് ആവുന്ന കോൺഫിഗറേഷൻ സെറ്റ് ആവും. നമ്മൾ നോർമൽ സെറ്റിംഗിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ഗ്രൂപ്പിലാണോ ഉള്ളത്, അതായത് വീടുകളിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണോ, അല്ലെങ്കിൽ കമ്പനിയിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡൊമൈനിൽ കമ്പ്യൂട്ടറിനെ മെമ്പർ ആക്കണം. ഡൊമൈനിൽ മെമ്പർ ആക്കാൻ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്ററുടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. നമ്മളിപ്പോൾ വർക്ക് ഗ്രൂപ്പിലാണ് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ആയിട്ട് ഈ വർക്കെല്ലാം നമ്മൾ XP ലോഡ് ചെയ്ത പിന്നെ ചെയ്യുന്നതാണ് എളുപ്പമുള്ള പണി. അതാണ് നല്ലത്. നമ്മൾ വർക്ക് ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. XP ലോഡ് ചെയ്യാൻ ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 30 മിനിറ്റ്സിന്റെ ഉള്ളിൽ സോഫ്റ്റ്വെയർസ് എല്ലാം ലോഡായ പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിട്ട് വെൽക്കം സ്ക്രീനിലേക്ക് ചെല്ലും. നമ്മൾ അതുവരെ വീഡിയോനെ പാസ് ചെയ്യണം. റീസ്റ്റാർട്ട് ആയ പിന്നെ വെൽക്കം സ്ക്രീനിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. നിങ്ങളുടെ മോണിറ്ററുടെ സ്ക്രീൻ റെസൊല്യൂഷൻ ഇംപ്രൂവ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ സെലക്ട് ചെയ്യണം. ഒരിക്കൽ കൂടി ഓക്കെ സെലക്ട് ചെയ്തു. ഇപ്പൊ നമ്മുടെ XP വെൽക്കം സ്ക്രീനിലേക്ക് എൻ്റർ ആവണം. ഫസ്റ്റ് സ്ക്രീനിൽ വെൽക്കം ടു മൈക്രോസോഫ്റ്റ് വിൻഡോസ് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ലോഡ് ചെയ്യണോ എന്നുള്ളതാണ് ഈ സ്ക്രീന്. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് ലോഡ് ചെയ്യാൻ കുറെ സമയം പിടിക്കും. അതുകൊണ്ട് നോട്ട് റൈറ്റ് നൗ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ചെക്ക് ചെയ്യാൻ കുറെ സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ സ്കിപ്പിന് എൻ്റർ ചെയ്യണം. അടുത്ത പേജിൽ XP കമ്പ്യൂട്ടറിനെ രജിസ്റ്റർ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്.
നോട്ട് അറ്റ് ദിസ് ടൈം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ യൂസറുടെ നെയിം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ യൂസർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ആ യൂസർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ള അക്കൗണ്ടിൽ വരും. നമ്മൾ ആദ്യമേ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടാണ്. ഈ അഡ്മിനിസ്ട്രേറ്ററിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും ഈക്വൽ പവർ ഉണ്ട്. അതായത് ഈ അഡ്മിനിസ്ട്രേറ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ XP ലോഡ് ആയ പിന്നെ നോക്കാം. നമ്മളിപ്പോ യൂസർ നെയിമിൽ പാണ്ഡി എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു യൂസർ മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. വെൽക്കം സ്ക്രീനിൽ ചെയ്യേണ്ട വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫിനിഷിനെ ക്ലിക്ക് ചെയ്യണം. ഫിനിഷിനെ ക്ലിക്ക് ചെയ്തതും വിൻഡോസ് നോർമലായിട്ട് റൺ ആവാൻ തുടങ്ങും. നമ്മൾ സ്ക്രീനിന്റെ റെസൊല്യൂഷന് നമ്മളുടെ മോണിറ്ററിനെ പറ്റിയ പോലെ ആൾട്ടർ ചെയ്യണം. അതിന് സ്ക്രീനിന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ ചെന്നിട്ട് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസിൽ സെറ്റിംഗ്സിന് സെലക്ട് ചെയ്യണം. അതിൽ സ്ക്രീൻ റെസൊല്യൂഷൻ നമുക്ക് പറ്റിയ പോലെ ആൾട്ടർ ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. യെസ് സെലക്ട് ചെയ്തു. ഇനി കമ്പ്യൂട്ടറിൽ മദർ ബോർഡിന്റെ കൂടെ മദർ ബോർഡ് CD വന്നിട്ടുണ്ടാവും. അതിൽ എല്ലാ ഡ്രൈവർ ഫയൽസ് ഉണ്ടാവും. ആ ഡ്രൈവർ ഫയൽസ് എല്ലാം നമ്മൾ ലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഡ്രൈവർ ഫയൽസ് ഒക്കെ ലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കമ്പ്യൂട്ടറിൽ XPന്റെ ഡ്രൈവർ CD ഇട്ടിട്ട് ഡ്രൈവർ സോഫ്റ്റ്വെയർസ് ഒക്കെ ലോഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ലോഗിൻ ആയതും നമ്മുടെ കമ്പ്യൂട്ടറുടെ നെയിം ഒക്കെ കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് സിസ്റ്റം പ്രോപ്പർട്ടീസ് ബോക്സിൽ കമ്പ്യൂട്ടർ നെയിം ബിറ്റ്നെറ്റ്സ് XP1 എന്ന് കമ്പ്യൂട്ടറിന് നെയിം തന്നിട്ടുണ്ട്. നമ്മൾ XP ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പാണ്ഡി എന്ന യൂസർക്ക് പാസ്വേഡ് തന്നിട്ടില്ല. ഈ പാണ്ഡി എന്ന യൂസർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഗ്രൂപ്പിലുള്ള ആളാണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് എപ്പോഴും പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതിന് സ്റ്റാർട്ടിൽ കൺട്രോൾ പാനലിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വെൽക്കം വ്യൂ ആണ് കാണിക്കുക. നിങ്ങൾ ക്ലാസിക് വ്യൂവിനെ ക്ലിക്ക് ചെയ്താൽ ഇത് ക്ലാസിക് വ്യൂ ആയിട്ട് മാറും. ഇതിൽ യൂസർ അക്കൗണ്ടിന് ഡബിൾ ക്ലിക്ക് ചെയ്യണം. പാണ്ഡി യൂസറിന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് എ പാസ്വേഡ് എന്നുണ്ടാവും. ഇതിൽ പാണ്ഡി യൂസറിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ക്രിയേറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ ഫയൽസ് ഫോൾഡറിനെ പ്രൈവേറ്റ് ചെയ്യണോ എന്ന് വെക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പ്രൈവേറ്റിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോൾഡർ ഫയൽസിന് മറ്റുള്ളവർ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് യെസ് മേക്ക് പ്രൈവേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഈ ബോക്സിന് ക്ലോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ XP ലോഡ് ചെയ്യുമ്പോൾ എറർ വല്ലതും റേസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം CDയിൽ ചില ഫയൽസിന് ആക്സസ് ചെയ്യാൻ പറ്റാതാവും. അല്ലെങ്കിൽ നിങ്ങളുടെ CD റോം ചില ഫയൽസ് ശരിക്കും ആക്സസ് ചെയ്തില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിൽ കമ്പ്യൂട്ടറിൽ C ഡ്രൈവിനെ ഓപ്പൺ ചെയ്യണം. അതിൽ വിൻഡോസ് ഫോൾഡറിൽ സെറ്റപ്പ് എറർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ടാവും. ആ സെറ്റപ്പ് എറർ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം. അതായത് നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുമ്പോൾ സെറ്റപ്പിൽ വല്ല എറർ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അറിയും. ഈ ഫയലിന്റെ അകത്ത് കണ്ടന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ പ്രോബ്ലം ഒന്നും റേസ് ആയിട്ടില്ല എന്നർത്ഥം. സെറ്റപ്പ് ചെയ്യുമ്പോൾ വല്ല ഫയൽസ് കോപ്പി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാണ് എറർ വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ഇവിടെ കാണിക്കും. ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് എറർ ആണോ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എറർ ഒന്നും റേസ് ആയിട്ടില്ല. നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യണം. XP ലോഡ് ചെയ്യാൻ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്കിൽ എത്ര സ്പേസിന് യൂസ് ചെയ്തു എന്നറിയാൻ നമ്മൾ കമ്പ്യൂട്ടറിനെ ഓപ്പൺ ചെയ്തിട്ട് C ഡ്രൈവ് പ്രോപ്പർട്ടിയിൽ ചെല്ലണം. ഇവിടെ നോക്കിയാൽ 1.95 GB XP ഹാർഡ് ഡിസ്കിൽ സ്പേസ് എടുത്തു കഴിഞ്ഞു. മിനിമം നിങ്ങൾക്ക് 2 GB ഉണ്ടെങ്കിലേ XPനെ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സാധാരണ വർക്കിംഗ് കണ്ടീഷനിൽ ഒരു 20 GB ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ഗെയിംസ് ഒക്കെ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മൾ എറർ ലാഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞു. XP ലോഡ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽസ് ഒക്കെ ലോഡ് ആയിട്ടുണ്ടാവും. ആ ടെമ്പററി ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ ആൾ പ്രോഗ്രാംസ് ആക്സസറീസ് സിസ്റ്റം ടൂൾസിൽ ഡിസ്ക് ക്ലീനപ്പിന് ക്ലിക്ക് ചെയ്യണം. ഡിസ്ക് ക്ലീനപ്പിൽ C ഡ്രൈവിനെ നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ആവശ്യമില്ലാത്ത ടെമ്പററി ഫയൽസ് ഒക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ലാഗ് ഫയൽസ് ഒക്കെ നിങ്ങൾ എന്താ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആവശ്യമില്ലാത്ത ഫയൽസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ C ഡ്രൈവിൽ ടെമ്പററി ഫയൽസ് ഒക്കെ ഡിലീറ്റ് ആവും. ഈ ടെമ്പററി ഫയൽസ് എല്ലാം ഡിലീറ്റ് ആയ പിന്നെ നമ്മൾ സ്റ്റാർട്ടിൽ ആൾ പ്രോഗ്രാംസിൽ ആക്സസറീസിൽ സിസ്റ്റം ടൂൾസ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റിൽ അനലൈസിനെ ക്ലിക്ക് ചെയ്യുക. അനലൈസിനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ റെഡ് കളറിലുള്ളതൊക്കെ ഫയൽസ് ഫ്രാഗ്മെന്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്കിൽ ഒരേ ഫയല് 2-3 ലൊക്കേഷനിൽ കണ്ടിന്യൂ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഹാർഡ് ഡിസ്കിനെ ഇവിടെ വായിക്കണം. ഓരോ സ്ഥലത്തും ചെന്നിട്ട് വായിച്ചിട്ട് വേണം ആ ഫയൽ ആക്സസ് ചെയ്യാൻ. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സ്ലോ ആവും. അപ്പൊ നമ്മൾ ഇതിൽ ഡീഫ്രാഗ്മെന്റിനെ സെലക്ട് ചെയ്യണം.
ഈ ഡീഫ്രാഗ്മെന്റിനെ സെലക്ട് ചെയ്താൽ ഫ്രാഗ്മെന്റ് ആയ ഫയൽസ് എല്ലാം നിങ്ങൾക്ക് ഡീഫ്രാഗ്മെന്റ് ആവും. അതായത് ഈ ചുവപ്പ് കളറൊക്കെ റിമൂവ് ആയിട്ട് എല്ലാം ബ്ലൂ കളർ ആവും. അപ്പൊ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഡീഫ്രാഗ്മെന്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. ഈ ഡീഫ്രാഗ്മെന്റ് ആവാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ മിനിമൈസ് ചെയ്യണം. സ്റ്റാർട്ടില് മൈ കമ്പ്യൂട്ടർ, സി ഡ്രൈവ്, വിൻഡോസ്, ഇതിൽ സിസ്റ്റം 32 എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ആ സിസ്റ്റം 32 എന്നുള്ള ഫോൾഡറിനെ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഈ കമ്പ്യൂട്ടറിന് ഇന്റർനെറ്റ് വഴി ആക്ടിവേഷൻ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ wpa.dbl എന്നൊരു ഫയൽ ഉണ്ടാവും. ഈ WPA എന്ന് പറയുന്നത് വിൻഡോസ് പ്രൊഡക്റ്റ് ആക്ടിവേഷൻ ആണ്. നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ നിന്ന് ഈ ഫയലിനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്ത് കൊടുക്കും. ഈ ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ആക്ടിവേഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ ഫയലിനെ ഒരു USB ഡ്രൈവില് ബാക്കപ്പ് ചെയ്ത് വെച്ചോളണം. ഇത് എന്തിനാ ബാക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ XPC ഡ്രൈവിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞു, സോഫ്റ്റ്വെയർസ് ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഫ്യൂച്ചറിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് വരാൻ സന്ദർഭമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തെങ്കിലും ഫാൾട്ട് ആവും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ സി ഡ്രൈവിനെ ഫോർമാറ്റ് ചെയ്തിട്ട് പുതിയതായിട്ട് XPനെ ലോഡ് ചെയ്യും. അങ്ങനെ പുതിയതായിട്ട് XPനെ ലോഡ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങൾ XPനെ ലോഡ് ചെയ്യുമ്പോഴും ആക്ടിവേഷന് ചെല്ലേണ്ടി വരും. നമ്മൾ ആദ്യമേ ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഫയൽ നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ XPനെ ലോഡ് ചെയ്ത പിന്നെ ഈ ഫയലിന് ഈ സിസ്റ്റം 32 ഫോൾഡറിൽ കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. ആക്ടിവേഷന് ചെല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആദ്യമേ നോക്കി ആക്ടിവേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർഡ്വെയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സെയിം കമ്പ്യൂട്ടറിൽ നിങ്ങൾ എത്ര പ്രാവശ്യം XPനെ ലോഡ് ചെയ്താലും ഈ ഫയലിനെ കോപ്പി ചെയ്തിട്ടാൽ ആക്ടിവേഷന് ചെല്ലേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഫയലിനെ ബാക്കപ്പ് ചെയ്ത് വെച്ചോളണം. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഡീഫ്രാഗ്മെന്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എല്ലാ ഫയലും ഡീഫ്രാഗ്മെന്റ് ആയി. ഇവിടെ നോക്കിയാൽ റെഡ് കളറൊക്കെ ചേഞ്ച് ആയി. പക്ഷേ കുറച്ച് ഫയൽസ് ഇവിടെയുണ്ട്. ഹാർഡ് ഡിസ്കില് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഫയൽ ഉള്ളത്. ഇത് തന്നെ നിങ്ങൾ തേർഡ് പാർട്ടി ഡീഫ്രാഗ് സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്താൽ ഈ ഫയൽസ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഒരേ കോർണറിലേക്ക് മാറ്റിത്തരും. നമ്മളിപ്പോ ഇത് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഇന്റർനെറ്റിനെ ചെല്ലുന്നതിന് മുമ്പ് സോഫ്റ്റ്വെയർസ്, ഗെയിംസ് ഒക്കെ എല്ലാം ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആന്റിവൈറസ് സോഫ്റ്റ്വെയറിനെ ആദ്യം ലോഡ് ചെയ്യണം. നിങ്ങൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ പ്രോഗ്രാംസ്, ഗെയിംസ് ഒക്കെ ലോഡ് ചെയ്യാൻ. അതേപോലെ ഇന്റർനെറ്റിലേക്ക് ചെല്ലണമെങ്കിലും ആദ്യമേ നിങ്ങൾ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യണം. പ്രോഗ്രാംസ്, ഗെയിംസിലൊക്കെ വൈറസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ എഫക്ട് ആവും. നമ്മൾ ആദ്യം വൈറസ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ലോഡ് ചെയ്യണം. വിൻഡോസ് അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള പ്രോബ്ലം ഒക്കെ അപ്ഡേറ്റ്സ് ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആവും. വിൻഡോസ് അപ്ഡേറ്റിനെ സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ടില് കൺട്രോൾ പാനലില് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് എന്നുണ്ട്. അതിനെ ക്ലിക്ക് ചെയ്യാം. ഇതില് ഓട്ടോമാറ്റിക് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി മൈക്രോസോഫ്റ്റ് സൈറ്റിൽ ചെന്നിട്ട് അപ്ഡേറ്റ്സ് വല്ലതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് നിങ്ങൾക്ക് ലോഡ് ആവും. ഇതിൽ താഴെ നോക്കിയാൽ ഡൗൺലോഡ് അപ്ഡേറ്റ്സ് ഫോർ മീ ബട്ട് ലെറ്റ് മീ ചൂസ് വെൻ ടു ഇൻസ്റ്റാൾ ദം എന്നുണ്ട്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്താൽ അപ്ഡേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ആവും. പക്ഷെ നിങ്ങൾ മാനുവൽ ആയിട്ട് അതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. അതല്ലാതെ ഇത് സെലക്ട് ചെയ്താൽ നോട്ടിഫൈ മീ ബട്ട് ഡോണ്ട് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ. ഇത് എന്തിനാ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ കമ്പനികളിൽ എല്ലാ അപ്ഡേറ്റ്സും അപ്ലൈ ചെയ്യില്ല. അങ്ങനെ എല്ലാ അപ്ഡേറ്റ്സും അപ്ലൈ ചെയ്താൽ ചില സമയത്ത് ചില സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യാതാവും. അതുകൊണ്ട് കമ്പനി അഡ്മിനിസ്ട്രേറ്റർ ഒരു ട്രയൽ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ്സ് എല്ലാം ലോഡ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ അപ്ഡേറ്റ് ആണ് ലോഡ് ചെയ്യുക എന്നുള്ളതിനെ അപ്രൂവ് ചെയ്യും. അങ്ങനെ അപ്രൂവ് ചെയ്ത അപ്ഡേറ്റ്സ് മാത്രമേ ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ കമ്പനികളിലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ അലോ ചെയ്യില്ല. അഡ്മിനിസ്ട്രേറ്റർ വേണം ഈ വർക്ക് മാനുവൽ ആയിട്ട് ചെയ്യാൻ. അടുത്ത ഓപ്ഷൻ വന്നിട്ട് ടേൺ ഓഫ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്സ് എന്നുണ്ട്. ജനറൽ ആയിട്ട് ഇത് സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം അപ്ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ക്ലോസ് ചെയ്യുക. നമ്മൾ XP ലോഡ് ചെയ്ത പിന്നെ കമ്പ്യൂട്ടറിൽ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഷോ ഇംപ്രൂവ് ചെയ്യണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ജനറൽ ആയിട്ട് പുതിയതായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നവര് ഷോവിനെ ലൈക്ക് ചെയ്യും. അത് തന്നെ കുറച്ച് ദിവസം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ വർക്ക് ചെയ്ത പിന്നെ കമ്പ്യൂട്ടർ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവണം എന്നേ വിചാരിക്കുള്ളൂ. കമ്പ്യൂട്ടറുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സ്റ്റാർട്ട് മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസിൽ ചെല്ലുക. ഇതിൽ അഡ്വാൻസ്ഡ്, ഇതിൽ നോക്കിയാൽ പെർഫോമൻസ് ഒരു ടാബ് ഉണ്ടാവും. അതിൽ സെറ്റിംഗ്സ്. നോർമലായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഈ ഫേഡ് എഫക്ട്, ഈ പിക്ചറിന്റെ എഫക്ട്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അഡ്ജസ്റ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസിനെ സെലക്ട് ചെയ്താൽ എല്ലാം റിമൂവ് ആവും. നമ്മളിപ്പോൾ അപ്ലൈ ക്ലിക്ക് ചെയ്താൽ ഈ ബ്ലൂ കളറൊക്കെ റിമൂവ് ആവും. നിങ്ങൾക്ക് കമ്പ്യൂട്ടറുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആവും. ഇപ്പൊ നമ്മൾ പെർഫോമൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഗ്രാഫിക്കൽ എഫക്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു.
നമ്മളിപ്പോൾ ഓക്കെ സെലക്ട് ചെയ്തു. ലാപ്ടോപ്പ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ് മോണിറ്റർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോണ്ടിന്റെ ക്ലിയറൻസിനെ കുറച്ച് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ ഡെസ്ക്ടോപ്പിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ ചെല്ലുക. പ്രോപ്പർട്ടീസിൽ അപ്പിയറൻസ് ഉണ്ടാവും. അതിൽ എഫക്ട്സ്. ഈ എഫക്ട്സിൽ യൂസ് ദ ഫോളോയിങ് മെത്തേഡ് ടു സ്മൂത്ത് എഡ്ജ് ഓഫ് സ്ക്രീൻ ഫോൺസ് ഉണ്ടാവും. അതിനെ സെലക്ട് ചെയ്യുക. ഇതിൽ നോർമൽ ആയിട്ട് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ടൈപ്പ്. ക്ലിയർ ടൈപ്പ് നിങ്ങൾ കോൺഫിഗർ ചെയ്താൽ ലാപ്ടോപ്പിന് ഫ്ലാറ്റ് സ്ക്രീനിന് നിങ്ങൾക്ക് ഫോണ്ടിന്റെ ക്ലിയറൻസ് ഇംപ്രൂവ് ആവും. അതുകൊണ്ട് നമ്മൾ ഇതിന് ഓക്കെ സെലക്ട് ചെയ്യാം. നമ്മൾ പാണ്ടി യൂസറിലാണ് ലോഗിൻ ആയിട്ടുള്ളത്. ഇതിന് ലോഗൌട്ട് ആവുക. ലോഗൌട്ട് ആയിട്ട് അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാണ് ലോഗിൻ ആവുക എന്നുള്ളത് നോക്കാൻ പോകണം. ഇവിടെ നിങ്ങൾക്ക് പാണ്ടി യൂസറിന്റെ പിക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. അഡ്മിനിസ്ട്രേറ്ററുടെ പിക്ചർ ഇവിടെ കാണിക്കില്ല. അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആവണമെങ്കിൽ 2 പ്രാവശ്യം കൺട്രോൾ ആൾട്ട് ഡിലീറ്റിനെ പ്രസ് ചെയ്യണം. നമ്മളിപ്പോ 2 പ്രാവശ്യം കൺട്രോൾ ആൾട്ട് ഡിലീറ്റിനെ പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ബോക്സ് ഓപ്പൺ ആവും. ഈ ലോഗിൻ ബോക്സിൽ അഡ്മിനിസ്ട്രേറ്റർ നമ്മൾ എന്താണ് പാസ്വേഡ് കൊടുത്തിട്ടുള്ളതോ ആ പാസ്വേഡിനെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് ഓക്കേന് ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ആവാണ്. ജനറൽ ആയിട്ട് ഡ്രൈവർ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബന്ധപ്പെട്ട വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആയാൽ മതി. നോർമൽ ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററിൽ ലോഗിൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അഡ്മിനിസ്ട്രേറ്ററിലാണ് ലോഗിൻ ആയിട്ടുള്ളത്. ഈ അഡ്മിനിസ്ട്രേറ്ററിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നോക്കണം. അതിന് മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് മാനേജിൽ ചെല്ലുക. ഇതിൽ ലോക്കൽ യൂസർ ഉണ്ടാവും. ആ യൂസറിനെ സെലക്ട് ചെയ്യുക. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു യൂസർ ഉണ്ട്. എക്സ്പി എന്നുള്ള യൂസർ ഉണ്ട്. എക്സ്പിന്റെ പ്രോപ്പർട്ടിയിൽ ചെന്നാൽ മെമ്പർ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും. ഈ അഡ്മിനിസ്ട്രേറ്ററിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും എന്താണ് ഡിഫറൻറ്റ് എന്ന് നോക്കിയാൽ ഈ അഡ്മിനിസ്ട്രേറ്റർ ഡീഫാൾട്ട് ആണ്. കമ്പ്യൂട്ടറിൽ വളരെ പവർഫുൾ അക്കൗണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടാണ്. ഈ അഡ്മിനിസ്ട്രേറ്റർ വിചാരിച്ചാൽ എത്ര അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്ററിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ജനറൽ ആയിട്ട് 2 പേർക്കും ഈക്വൽ പവർ ഉണ്ട്. പക്ഷെ ഇത് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് റിമോട്ടിൽ ലോഗിൻ ആവുമ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിൽ കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. പ്രോപ്പർട്ടിയിൽ ചെന്നിട്ട് അക്കൗണ്ട് ഇസ് ഡിസേബിൾഡ് എന്നുണ്ട്. ഇതിനെ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിനെ ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. നിങ്ങൾ ഇന്റർനെറ്റിലേക്ക് ചെല്ലുമ്പോൾ നോർമൽ യൂസറിൽ വേണം ചെല്ലാൻ. അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതിന് നിങ്ങൾ ഒരു നോർമൽ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തോളൂ. ഈ അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ എക്സ്പി പ്രൊഫഷണലിൽ മാത്രമേ നോർമലായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പി ഹോം ഒക്കെ നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്യുമ്പോൾ F8നെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് സേഫ് മോഡ് എന്നൊരു മോഡ് വരും. ആ സേഫ് മോഡിൽ മാത്രമേ എക്സ്പി ഹോമിൽ അഡ്മിനിസ്ട്രേറ്ററിനെ ലോഗിൻ ചെയ്യാൻ പറ്റൂ. നോർമലായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ലോഗിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.